ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു ടുഡേ? ഗുഡ് സർ. സുഖല്ലേ? സുഖം. ഇന്ന് നമ്മളൊരു ടോക്ക് ഷോ ആണ് നമ്മളിവിടെ നടത്തുന്നത് അല്ലേ? അതെ. എനിക്ക് സത്യത്തിൽ നിങ്ങളെ അറിയണം, സിബി സാറിനെ അറിയണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഒരു ടോക്ക് ഷോ വെച്ചിട്ടുള്ളത്. സത്യത്തിൽ നിങ്ങളെ കരിയറിന്റെ തുടക്കം എന്തായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഈ ഹെഡ്വിച്ച് അക്കാഡമി നിങ്ങളെ രണ്ടുപേരുടെയും സ്ഥാപനമാണ്. എടപ്പാളത്തൊരു പ്രമുഖ സ്ഥാപനം, ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നു. അതെല്ലാം നമുക്ക് ഈ സംസാരത്തിൻ്റെ ഇടയിൽ അറിയണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കരിയറിന്റെ തുടക്കം എന്തായിരുന്നു? ശരിക്കും ഹെഡ്വിച്ച് അക്കാദമി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്നാണ് തുടങ്ങുന്നത്. നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ ഹെഡ്വിച്ച് അക്കാഡമിയുടെ മുന്നേ സാറ് ഫസ്റ്റ് കരിയർ എന്തായിരുന്നു? 2007 ഞാൻ HDFCയിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് അന്ന് ഈ ജോബ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞതിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പാരലലി നമ്മൾ ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തു. 2-3 പേര് പാർട്ട്ണറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അന്ന് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു HR കൺസൾട്ടൻസി ആണ് ഇന്നത്തെ ഹെഡ്വിച്ച് അക്കാദമിയിൽ എത്തി നിൽക്കുന്നത്. ഹെഡ്വിച്ച് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി കൂടിയാണ്, ഇതിന്റെ കൂടെ ഒരു കൺസൾട്ടൻസിയോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഹെഡ്വിച്ച് മാനേജ്മെന്റ് ഒരു കൺസൾട്ടൻസും കൂടി ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഹെഡ്വിച്ച് അക്കാഡമി എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സിലേക്ക് സാർ എത്താൻ കാരണം ഈ HR കൺസൾട്ടൻസി തുടങ്ങിയതാണോ? ആക്ച്വലി അതാണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ സാർ അവിടെ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു പെയിൻ പോയിന്റ് എന്തായിരുന്നു? പെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് ചെയ്തിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ പേരുകൾ പറയാൻ പറ്റുമോ അങ്ങനത്തെ കമ്പനികളിൽ? നമ്മൾ ചെയ്തിരുന്നത് ഇപ്പോൾ തന്നെ HDFC ചെയ്തിരുന്നു, ICICI ചെയ്തിരുന്നു, ബിർള ചെയ്തിരുന്നു, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കോർപ്പറേറ്റ് ഏത് സെക്ടറിലായിരുന്നു ചെയ്തിരുന്നത്? അത് സെയിൽസ് ഉണ്ടായിരുന്നു, പിന്നെ IT ഉണ്ടായിരുന്നു. IT കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് IT കമ്പനീസ് ഒക്കെ ചെയ്തിരുന്നു. BPOs ചെയ്തിരുന്നു. എടപ്പാളെന്ന് ചെയ്തിരുന്നു. അപ്പോൾ ആക്ച്വലി അന്ന് നമ്മുടെ ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു കാൻഡിഡേറ്റിനെ പോലും നമുക്ക് എടപ്പാളെന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അതാണ് അവിടെ കണ്ടെത്തിയ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു? എടപ്പാളെന്ന് നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ മെയിൻ പ്രോബ്ലം ഉണ്ട്. ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ടോ? ആറ്റിറ്റ്യൂഡ് ഓക്കെയാണ്, ഗുഡാണ്. പക്ഷെ എന്താ വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂവിൽ തന്നെ റിജക്റ്റ് ആവുന്ന ഒരു അവസ്ഥ വരും. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷറിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് അക്കാഡമിയുടെ ശരിക്കും പറഞ്ഞാൽ സീഡ് അവിടുന്ന് കിട്ടിയതാണ്. അതെ. ഈ പറയുന്ന പെയിൻ പോയിന്റുകളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് കോർപ്പറേറ്റ് ലോകത്തെ ഈ കമ്പനികളിലെല്ലാം കയറണം എന്ന ആഗ്രഹത്തിൽ നിങ്ങൾ കൊണ്ടുവന്നൊരു സംരംഭമായിരുന്നു അല്ലേ? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേസമയത്ത് തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ശരി. നിങ്ങളുടെ ഫസ്റ്റ് കോഴ്സ് എന്തായിരുന്നു? ഫസ്റ്റ് കോഴ്സ് നമ്മൾ ഡിപ്ലോമ ഇൻ ഓഫീസ് മാനേജ്മെന്റ് എന്നുള്ള കോഴ്സാണ്. ആ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തത് തന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ലോകത്തെ ഏതൊരു ഓഫീസിൽ പോയിട്ട് ജോലി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലും അവർ സെലക്ഷൻ ആവണം, അവിടെ അവർക്ക് ഒരു പെയിനും ഇല്ലാതെ വർക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ എൻ്റെ ലൈഫിലെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ കുറേ പെയിൻസ് അതെല്ലാം സൊല്യൂഷൻ ആക്കിയിട്ട് അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിലാണ് ആ കോഴ്സ് വന്നിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ ഓഫീസ് മാനേജ്മെന്റ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണോ മാനേജ്മെന്റ് ആണോ? ഓഫീസ് മാനേജ്മെന്റ് ആണ്. അല്ല, നമ്മൾ ഈവൻ ഒരു എന്റർപ്രണറിനെ ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു പ്രോസസ്സ് വരെ അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വാട്ട് വിൽ ബി ദ അഡ്വാൻറ്റേജ് ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ്? ആക്ച്വലി അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞതിന് മുന്നേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളെല്ലാം ഒരു 1 month ആകുമ്പോൾ തിരിച്ചു വിളിക്കും. സാറിൻ്റെ കോഴ്സ് അടിപൊളിയാണ്, ഈ ഒരു കോഴ്സ് അടിപൊളിയാണ്, ഇത് പഠിച്ചത് കൊണ്ട് ഞങ്ങളിവിടെ ലീഡേഴ്സാണ്. സോ ആക്ച്വലി ഞാൻ കുറച്ച് ലീഡേഴ്സിനെയാണ് ഈ കോഴ്സിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വളാഞ്ചേരി ഒരു സ്ഥാപനത്തിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് പോയിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിരുന്നു, സാർ ക്ലാസ് എടുക്കുമ്പോൾ പറയും ഇതിൻ്റെ അഡ്വാൻറ്റേജ് ജോലിയിലാണ് കിട്ടുക എന്നുള്ളത്, പക്ഷേ ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എൻജോയ് ചെയ്യണം സാർ, കാരണം ഈ ഗ്രൂപ്പിൽ ഏറ്റവും ലീഡിങ് ഞാനാണ്. അത് തന്നെയാണ് ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഈ കോഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചുകൾ എന്തൊക്കെയായിരുന്നു? ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സായിട്ട് ചെയ്തിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോഴ്സായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തു.
പിന്നെ എക്സ്പീരിയൻസും. ഇങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച വ്യക്തികൾക്ക് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ബോഡികളുടെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ കോഴ്സുകൾക്ക് ആവശ്യമാണോ, അതോ പ്രാക്ടിക്കൽ എക്സ്പോഷറിനെ മാത്രമാണോ കമ്പനികൾ നോക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയം കൂടിയാണ്. ആക്ച്വലി സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 10th +2 ഡിഗ്രി അങ്ങനെ പോകുന്ന PhD വരെ നീണ്ടു പോകുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വേണം. അതിൽ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ നമുക്കതിൻ്റെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിലാണ്. പക്ഷെ പ്രൈവറ്റ് കമ്പനികൾ ആക്ച്വലി അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ പെർഫോമൻസിനാണ് വാല്യൂ കൊടുക്കുന്നത്. ശരി. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ ഇപ്പോൾ ഈ അറ്റസ്റ്റേഷൻ പോലത്തെ സാധനങ്ങൾ കിട്ടണം എന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചില രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു കോമൺ നോളജാണ്. അത് മറികടക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോസസ്സിന് നമ്മുടെ ഈ കോഴ്സുകൾ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു കോഴ്സ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സർട്ടിഫിക്കറ്റ് സാറ് പറഞ്ഞൊരു പോയിന്റ് വളരെ ക്ലിയർ ആണ്. അതായത് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് പക്ഷേ ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു ഇതുപോലെ മാർക്കറ്റിങ്ങിന്റെ മേഖലയിൽ ജോലി എടുക്കുന്ന ഒരാളാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് 74 to 75% ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ who are coming out of universities are actually people who are not ready to do job. 100%. ഗവൺമെന്റ് പറഞ്ഞ കണക്കാണിത്, അല്ല നമ്മൾ കയ്യിൽ നിന്നെടുത്ത കണക്കല്ല. ഓക്കെ, അപ്പോൾ ആ കണക്ക് പ്രകാരമാണെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ സ്കിൽഡ് അല്ല എന്ന ഗവൺമെന്റ് പറഞ്ഞു. സ്കിൽഡ് അല്ല എന്ന് വെച്ചപ്പോൾ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ IT കമ്പനികൾക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, BPOകൾക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് ഒരു 6 മാസത്തോളം കമ്പനികൾ എന്ത് ചെയ്യണം, ബെഞ്ചിലിരുന്നു കൊണ്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ടീഷനിൽ നിങ്ങളെപ്പോലത്തെ സ്ഥാപനങ്ങൾക്ക് അവിടെ വലിയ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കേഷനുകൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ല, ഞങ്ങൾ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 2-3 ബോഡി നെറ്റ് അഫിലിയേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് UK ബേസ്ഡ് ഉണ്ട്, അതിൽ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു ബോഡി ഉണ്ട്. അതിന് നമുക്ക് അറ്റസ്റ്റേഷൻ കിട്ടും. പിന്നെ നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഇഗ്നെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോഡി നെറ്റ് അഫിലിയേഷൻ ഉണ്ട്. അതിനും നമുക്ക് അറ്റസ്റ്റേഷൻ കിട്ടും. ഓക്കെ. ഈ ഹെഡ്വിച്ച് അക്കാഡമിയിൽ ഇപ്പോൾ ബേസിക്കലി എന്തൊക്കെ തരം കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ സ്റ്റാർട്ട് ഞാൻ നിങ്ങളുടെ ബ്രോഷർ കാണാൻ ഇട വന്നപ്പോൾ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇന്ന് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളുള്ള ഇപ്പോൾ CA CMA പോലത്തെ കോഴ്സുകൾ മുതൽ ഡേറ്റ അനലിറ്റിക്സ് വരെ കാണാൻ കഴിഞ്ഞു. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സാണ്. പിന്നെ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സാണ്. ഇപ്പൊ ഹെഡ്വിച്ച് അക്കാഡമിക്ക് പെരുമ്പിലാവിലും ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലേ? റീസെന്റ് ഈ വർഷം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പെരുമ്പിലാവിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ 2025 അത് കഴിഞ്ഞ വർഷം. ഇപ്പൊ ഈ പെരുമ്പിലാവിലും എടപ്പാളും നിങ്ങളിപ്പോൾ എന്തൊക്കെ തരം കോഴ്സുകളാണ് ശരിക്കും പഠിപ്പിക്കുന്നത്? നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓഫീസ് മാനേജ്മെന്റ്, അത് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസ് മാനേജ്മെന്റ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, HR മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മളിപ്പോൾ പുതുതായിട്ട് യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ട് ഒരു വൊക്കേഷണൽ ഡിഗ്രികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രാക്ടിക്കൽ BVOC അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് സാർ പറഞ്ഞു. ശരിക്കും എന്താണ് ഈ കോഴ്സ്? ആക്ച്വലി ഈ കോഴ്സ് പുറമെ നിന്ന് നോക്കിയാൽ ഒന്നുമില്ല, പക്ഷേ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡായിട്ടുള്ളൊരു കോഴ്സാണിത്. ശരി. അതായത് നമ്മൾ നോർമൽ അഡ്മിനിസ്ട്രേഷൻ വർക്കാണ് ഇവിടെ വരുന്നത്. ഇതിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രാജുവേറ്റ്സ് ആണ് വർക്ക് ചെയ്യാൻ. ഓക്കെ, അത് +2 കുഴപ്പമില്ല. പക്ഷേ നോർമലി നമ്മൾ ഓരോ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അവിടെ ജനറൽ ആയിട്ടുള്ള വേർഡുകളാണ് യൂസ് ചെയ്യുക. ഹോസ്പിറ്റലിലെല്ലാം മെഡിക്കൽ ടൈമാണ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ, സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ ഈ ഇങ്ങനത്തെ വേർഡുകളും അവിടെ ഹോസ്പിറ്റൽ ടേംസിനായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷനാണ് ആക്ച്വലി കോഴ്സ്. അത് ഈ കോഴ്സ് കഴിയുന്നവർക്ക് സാർക്കൊന്ന് ചെറുതായിട്ട് അത് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും. മെഡിക്കൽ ടേം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, പക്ഷെ ഒരു ലേമാൻ, ഒരു സാധാരണക്കാരൻ അത് മനസ്സിലാക്കാൻ. ഇപ്പോൾ മെഡിക്കൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഈ വേസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പല കളറുകളിലുള്ള ബോക്സ് ആയിരിക്കുക. കണ്ടിട്ടുണ്ട് പല വലിയ ആശുപത്രി. അതിൽ ഓരോ ബോക്സിലും PNABH അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റലുകളിലാണ് അത് കാണാൻ. അതെ, അപ്പൊ അത് ഓരോ തരത്തിലുള്ള വേസ്റ്റ് ഇടാനാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു സാധാരണക്കാരൻ പോയാൽ അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക.
അതുപോലെ തന്നെ ലോണ്ടറി സിസ്റ്റം ഭയങ്കര ഹൈജീൻ ആയിരിക്കണം ഹോസ്പിറ്റലിൽ. ശരി അത് തന്നെ. പിന്നെ അതേപോലെ ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രൊസീജിയേഴ്സ് ശരി എന്ന് വെച്ചാൽ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അവരെ കാര്യങ്ങൾ ചെയ്യുമെങ്കിലും അതിനുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വർക്കുകളെല്ലാം ചെയ്യുന്ന ഓഫീസിൽ നിന്നായിരിക്കും. ശരി അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസും കാര്യങ്ങളും സിസ്റ്റം ഒക്കെ ഉണ്ടാവും. അത് പഠിക്കലാണ് മെയിനായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. നഴ്സിംഗ്, എക്സ്റേ, എല്ലാ മേഖലയിലുള്ള അഡ്മിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോഴ്സ്. ഞാൻ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, എൻ്റെ ഒരു റിസർച്ചിൽ നിന്ന് മനസ്സിലായത്, നിങ്ങൾ ഒരുപാട് നല്ല ഹോസ്പിറ്റലുകളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, എടപ്പാൾ മുതൽ അങ്ങോട്ട് വേണമെങ്കിൽ മലപ്പുറം ജില്ലയിൽ വളരെ ചുരുക്കം സ്ഥാപനങ്ങൾ മാത്രമാണ് നല്ല ഇന്റേൺഷിപ്പുകൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ആക്ച്വലി അതിനെക്കുറിച്ച് ചെറിയൊരു രീതിയിലൊന്ന് പറയാൻ പറ്റും. വാട്ട് മേക്സ് യു എന്താ പറയുക, നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം? വാട്ട് മേക്സ് യു സ്പെഷ്യൽ? അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റുഡൻറ് അത് കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റി, അത് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു പ്രോബ്ലം എന്നാണ് ശരിക്കും അഡ്മിറ്റ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു നല്ല തോട്ട് പ്രോസസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ അത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും ഈ സെയിം ഇഷ്യൂ വരുമല്ലോ. കുട്ടികൾക്ക് ഇപ്പോൾ ഒരു തിയററ്റിക്കലായിട്ട് ഒരു കാര്യം പഠിച്ചിട്ട് അവരൊരു ജോലിക്ക് പോകുന്ന സമയത്ത് അവർ മാക്സിമം അവർക്ക് ഒരു പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിന് കുറേ ഹോസ്പിറ്റലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ടൈപ്പ് എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് പോകാൻ സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെയൊക്കെയുള്ള ഹോസ്പിറ്റലുകളിലാണ്? അതിപ്പോൾ നമുക്ക് ഓൾ ഓവർ കേരള ഏത് ഹോസ്പിറ്റലും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് നമ്മുടെ ക്ലയന്റ് ബേസ് പേരെടുത്ത് പറയാൻ പറ്റുമോ? അതിപ്പോ നമ്മളിപ്പോ കൂടുതലും റിക്വയർമെന്റ് വരുന്നത് നമ്മൾ എടപ്പാൾ പരിസരത്താണ്. അപ്പൊ എടപ്പാൾ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ വരെ നിങ്ങൾ കൊടുക്കാൻ പറ്റും. ചെന്നൈയിൽ വരെ കൊടുക്കാൻ പറ്റും. കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിന് നമ്മുടെ നെറ്റ്വർക്ക് സ്ട്രോങ് ആണ്. ഈ ഇന്റേൺഷിപ്പിന്റെ പ്രൊസീജിയർ, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞൊരു വ്യക്തിക്ക് ഡയറക്റ്റ് ഒരു കരിയറിലേക്ക് കയറാൻ പിന്നെ എന്തെങ്കിലും കടമ്പകളുണ്ടോ? ഒരു എബവ് 50% ആൾക്കാരുമായി ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഹയർ ചെയ്യാറാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ്. അപ്പം അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ട് വരാല്ല. പിന്നെ ചില ആൾക്കാർക്ക് ഓൾറെഡി ചില ഹോസ്പിറ്റലുകളിനായിട്ടൊക്കെ ടൈപ്പ് ആയതിനു ശേഷം അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അവരൊക്കെ അഡ്വൈസ് ബേസ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടാവുക. അങ്ങനത്തെ ആൾക്കാർ അവിടെ ബേസ്ഡ് ആവും. So 50% of the students who are actually training in those hospitals are directly inducted to that hospitals. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ഇതുപോലെ തന്നെയുള്ള വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഇതുപോലെ അലൈഡ് സപ്പോർട്ട് കോഴ്സുകളാണ് ഇപ്പോൾ സാർ ഈ പറയുന്ന കോഴ്സുകളല്ലേ. ഈ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2026 മുതൽ അങ്ങോട്ട് 2030 വരെയുള്ളൊരു കാലഘട്ടം നമ്മൾ എടുക്കുക. സാർ ഇവിടെ ഈ കുട്ടികൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ് സാർ അഭിപ്രായത്തിലുള്ളത്? ഞാൻ ചോദിക്കാനൊരു കാരണമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു സംവിധാനം ഇന്ന് ലോകത്ത് ഒരുവിധം തൊഴിലുകളിലൊക്കെ കയറിയിട്ട് അതിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കൽ തുടങ്ങി. ഇപ്പോൾ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കാൻ പോകുന്നൊരു സ്ഥലം. ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. ഡോക്ടേഴ്സിൻ്റെ ഒരുവിധം ജോലികളൊക്കെ ഇപ്പോൾ സിസ്റ്റത്തിന് ചെയ്യാം. അതിൻ്റെ അർത്ഥം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണ്ട എന്നല്ല. ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വേണ്ടിയതോടു കൂടി തന്നെ ആ പറയുന്നൊരു പ്രക്രിയ ഇപ്പോൾ കുറഞ്ഞു കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റംസ് ഓഫ് മെഡിക്കൽ കെയറും ഈ പറഞ്ഞ സിസ്റ്റം പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് പോവുകയാണ്. സാറ് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലാണ് ഈ ജോലിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞു. സാർ അവിടെ കാണുന്ന ഒരു 2026 മുതൽ ഒരു 2030 വരെയുള്ള 4 വർഷത്തെ എന്തൊക്കെ ചലഞ്ചുകൾ ഈ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു സാറിൻ്റെ അഭിപ്രായത്തിലുണ്ട്? ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ റീസെൻറ്റ് സർവേകളൊക്കെ പറയുന്നത് ഇപ്പം നിലവിലുള്ളതിൽ ഒരു 50% ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോബ്സ് ഒരു 2030 കൂടി ഇല്ലാതെ ഒന്നാണ്. അപ്പോൾ ഇതിൽ പാനിക്കാണ് കുറേ ആൾക്കാരൊക്കെ. ആക്ച്വലി അതിൻ്റെ അത്ര തന്നെ ജോലികൾ AI ബേസ് ചെയ്തിട്ട് വരാൻ പോവുകയാണ്. സോ ഞങ്ങളെ ഓൾറെഡി ഞങ്ങളത് എക്യുപ്ഡ് ആയി കഴിഞ്ഞു. ഞങ്ങൾ AI എന്ന് പറഞ്ഞാൽ നിങ്ങളെ കോഴ്സുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു മൊഡ്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഈ പറയുന്ന ഓരോ കോഴ്സുകളും, എല്ലാ കോഴ്സുകളും അവിടെ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമായിരിക്കും അതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പറയാം. എല്ലാവരും പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ എക്യുപ്ഡ് ആയ രീതിയിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരാളെ തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ ആയിട്ടുള്ള രീതിയിൽ പോകുന്നു. ഈ പറയുന്ന 2 കോഴ്സ് അല്ലാതെ ഇപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ കോഴ്സുകളിലേക്ക് കടക്കുക. സാർ അതിനൊരു ബ്രീഫ് തരാൻ പറ്റും? എന്തൊക്കെ കോഴ്സുകളാണ് അവിടെ പഠിപ്പിക്കുന്നത്? നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ സ്കിൽ ബേസ്ഡ് കോഴ്സിൽ എന്നും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ് അക്കൗണ്ടിങ്. കാരണം അത് ഒരു വൈറ്റ് കളർ ജോബാണ്.
അതിലുപരി കൊമേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് മാനേജ്മെന്റിൽ നല്ല അതായത് ബിസിനസ്സുകൾ എത്രത്തോളം വളരുന്നു അത്രത്തോളം ഈ പറയുന്ന ആൾക്കാർ ആവശ്യമുണ്ടോ. പക്ഷെ അതിലൊരു വരുന്ന ചേഞ്ച് എന്താ വെച്ചാൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് മാത്രം, അല്ലാത്തവരെന്തായാലും ഔട്ടാവും. എന്തെല്ലാം തരം കോഴ്സുകൾ ഹെഡ്വിജിലുണ്ട്? നമ്മൾ ബേസിക്, അതായത് ഇപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു ബേസിക് ലെവലിൽ വർക്ക് ചെയ്യാനുള്ള കോഴ്സ് മുതൽ അമേരിക്കൻ CPA വരെ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഓക്കെ, ബേസിക് കോഴ്സുകൾ. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലുള്ള കുട്ടികൾക്കാണ് ഇത് ശരിക്ക് എലിജിബിലിറ്റി ഉള്ളത്? ഇത് ശരിക്കും +2 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. +2 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യക്തിനെ സംബന്ധിച്ചോളം ഗ്രാജുവേഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു +2 ലെവലിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ജോലി. ഈ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് സ്കില്ല് നേടാൻ നമ്മളെ സ്ഥാപനം പര്യാപ്തമാണ്. കാരണം 2018 മുതൽ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വർഷമായി? 8 വർഷമായി അല്ലേ? ഒരു നല്ല ശതമാനം കുട്ടികളും നമ്മളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ +2 ആണ്. വിദേശ രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇപ്പോൾ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് അയാൾക്ക് ഗ്രാജുവേഷൻ ആവശ്യമാണ് അല്ലേ? ഈ ഗ്രാജുവേഷൻ അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ടോ ഹെഡ്വിജിൽ? ആക്ച്വലി ഒരു സ്റ്റുഡൻറ് വന്നാൽ സാറ് BVOC-നെ കുറിച്ച് അതിൻ്റെ ഇടയിൽ പറയണ്ടായി. എന്നുവെച്ചാൽ ഒരു സ്റ്റുഡൻറ് വന്ന ഉടനെ തന്നെ നമ്മളൊരു പ്ലാൻ കൊടുക്കുകയല്ല. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ലക്ഷ്യം, അതുപോലെ തന്നെ അവരുടെ പാഷൻ, ഇതെല്ലാം നമ്മൾ ആദ്യം ചോദിച്ചു മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഒരു ലക്ഷ്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ കൂടെ സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഏതാ കോഴ്സിൽ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫാസ്റ്റായിട്ട് ഒരു ജോബ് നേടേണ്ട ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മളൊരു സ്കിൽ ബേസ്ഡ് കോഴ്സ് പറയും. അതല്ല ഒരു ഗ്രാജുവേഷൻ, ഒരു ഡിഗ്രി ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ BVOC പറയും. BVOC-നുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി അവർ പറയുന്ന യൂണിവേഴ്സിറ്റികൾ തന്നെ പറയുന്നത് 60% പ്രാക്ടിക്കലും 40% തിയറിറ്റിക്കലുമാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ സ്റ്റുഡൻസിന്റെ യൂണിവേഴ്സിറ്റിയായിട്ട് നിങ്ങൾ ടൈഡ് അപ്പ് ആണ്. അതെ, നമ്മൾ NAAC A++ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി. എനിക്ക് തോന്നുന്നു ഒരുവിധം സ്ഥാപനങ്ങളിലൊന്നും ആ പറയുന്ന ഫെസിലിറ്റി ഇല്ല. എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മൾ, പക്ഷെ മെയിൻലി ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനിയൊരു ചോദ്യം ഞാൻ ചോദിക്കണം. ആ ചോദ്യം നമ്മളെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. 2026 അഡ്മിഷൻ നമ്മൾ +2 എക്സാം ഇപ്പോൾ ഈ മാസവും അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ അഡ്മിഷൻ തുടങ്ങാൻ പോവാണ്. എന്തിനൊരു കുട്ടി ഹെഡ്വിജ് ചൂസ് ചെയ്യണം? ആക്ച്വലി ഒരു നല്ലൊരു കരിയർ ആണ് അവർക്ക് വേണ്ടതെങ്കിൽ ഹെഡ്വിജ് ധൈര്യമായിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ അവരുടെ ഒരു കോഴ്സ് അവർക്ക് സജസ്റ്റ് ചെയ്യാന്നുള്ളതുപരി അവരുടെ പാഷനും അവരുടെ കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഒരു നല്ലൊരു കരിയർ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് മുന്നിലിരിക്കുന്നത് ഒരു പാരന്റ് ആണെന്ന് വിചാരിക്കും. ഞാനൊരു പാരന്റ് ആണ്, എൻ്റെ കൊച്ചിനെ കൊടുത്തിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വരുന്ന സമയത്ത് സാറ് പറയുന്ന വാല്യൂസ് ഇതൊക്കെയാണ്. ഹെഡ്വിജിന്റെ 9 വർഷത്തെ പരിചയം, മാർക്കറ്റിംഗ് കൺസൾട്ടൻസി കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരുപാട് കോഴ്സുകളുടെ ബൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഇന്റേൺഷിപ്പിന്റെ പാറ്റേൺസ് എല്ലാ ഹോസ്പിറ്റലുകളായിട്ടും എല്ലാ അഡ്മിനിസ്ട്രേഷൻ കമ്പനികളായിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഹെഡ്വിജ് നല്ലൊരു ചോയ്സാണ് അല്ലേ? നമ്മൾക്ക് വിദ്യാർത്ഥികൾ എവിടെ നിന്നെല്ലാം വരാറുണ്ട്? നമുക്ക് എടപ്പാൾ സറൗണ്ടിങ്ങും പെരുമ്പലാവിന്റെ സറൗണ്ടിങ്ങിലുമാണ് നമുക്ക് മെയിനായിട്ട് വരാറ്. പക്ഷെ ദൂരവഴി ഉണ്ട്, കോഴിക്കോട് നിന്ന് വരെ സ്റ്റുഡൻസ് നമ്മുടെ അവിടെ വന്ന് ഹോസ്റ്റൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ എവിടുന്ന് വേണമെങ്കിലും ഏത് വിദ്യാർത്ഥിക്കും നമ്മളിലേക്ക് കൊടുക്കാം. നമ്മൾ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ സാർ, ഞങ്ങൾ ഹെഡ്വിജിൽ ഈ വർഷം ഡാറ്റ അനലിറ്റിക്സ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാറാണെങ്കിൽ ഈ മേഖലയിൽ വളരെ എക്സ്പേർട്ടാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ഇതിനെ പറ്റിയുള്ളൊരു അഭിപ്രായം? വളരെ നല്ലൊരു ചോദ്യമാണത്. നമ്മൾ എല്ലാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 2 ഒബ്ജക്റ്റീവുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും സേഫായിട്ടും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ജോലികൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പോയിന്റ്.
അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച് കഴിഞ്ഞു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇൻകോർപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൊഡ്യൂൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആ തോട്ട് പ്രോസസ്സ് തന്നെ വളരെ ക്ലിയർ ആണ്. കാരണം എന്താണ്, ആ തോട്ട് പ്രോസസ്സിൽ തന്നെ നിങ്ങൾ എന്താണോ ഭാവിയിൽ വേണ്ടിയത് അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സ്പോഷറിലും ഡേറ്റ അനലിറ്റിക്സിൻ്റെ എക്സ്പോഷറിലും ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. 146 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. സാർക്ക് പറയാൻ പറ്റും ഇതിൽ എത്ര ആൾക്കാരുടെ അടുത്ത് മൊബൈൽ കണക്ഷൻ ഉണ്ട് ഇന്ത്യയിൽ? ജസ്റ്റ് ഒരു കമ്മച്ച കണക്ക്. 146 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ജനസംഖ്യ ഉണ്ട്. 125 കോടി രൂപയിലുണ്ടാവും. 112 കോടി ജനങ്ങളടുത്ത് മൊബൈൽ കണക്ഷൻ ഉണ്ട്. ഇതിൽ 103 കോടി ജനങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റ് ഉണ്ട്. 52 കോടി ജനങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഡേറ്റ അനലിറ്റിക്സിൻ്റെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെയും പ്രാധാന്യം. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. കാരണം എന്താ വെച്ചാൽ ഇനി നമ്മൾ പെട്രോളിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഡേറ്റ പുതിയ ഒരു ഓയിലാണ്. ഡേറ്റ ഈസ് ഓൾസോ എൻ ഓയിൽ. ഓയിൽ എന്നത് ഇറ്റ്സ് എ പ്രഷ്യസ് തിങ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരുപാട് ഡെറിവേറ്റീവ്സ് നമുക്കതിൽ നിന്ന് എടുക്കാൻ കഴിയും. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കമ്പനിയുടെ ഒരുപാട് മേഖലകളിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ഡേറ്റ എന്ന് പറയുന്നൊരു സംഭവം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തും കൂടി ആയോക്കുമ്പോൾ അതെന്തായി, അതിന് വലിയധികം പ്രാധാന്യം വന്നു. ഇപ്പോൾ സാർക്ക് പറയുകയാണെങ്കിൽ ChatGPT 2022 വന്നൊരു മുതലാണ് ChatGPT. ഇന്ന് സത്യത്തിൽ ChatGPT അറിയാത്ത എത്ര ആൾക്കാർ ലോകത്തുണ്ട്? ഈ മേഖലകളിൽ എല്ലാവർക്കും ChatGPTനെ അറിയാം. അതുപോലെ തന്നെ ഓട്ടോമേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ കോഴ്സ് കൊണ്ടുവന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു ഗുണം കുട്ടികൾക്ക് ഉണ്ടാവാൻ പോണത് എന്താ വെച്ചാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ഫ്യൂച്ചർ സ്കിൽ റെഡി ആയിട്ട് കിട്ടും. നല്ലൊരു തോട്ട് പ്രോസസ്സായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നല്ലൊരു പ്രോസസ്സായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ അത് രണ്ടും കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ്. പക്ഷെ കുട്ടികളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ. 2026 മുതൽ 2030 വരെയുള്ള ഒരു കാലഘട്ടത്തിന് ഇത് ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞാൽ ഇനി എന്താ ലോകത്ത് വരാൻ പോകണമെന്നുള്ളതിനെ നമുക്ക് ഗണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എന്താ അതിൻ്റെ കാരണം എന്നറിയും. കുട്ടികൾ എപ്പോഴും ഫ്യൂച്ചർ സ്കില്ല് പഠിക്കുന്ന സമയത്ത് തന്നെ ഭാവിയിൽ പല പല ചേഞ്ചുകളും വന്നേക്കാം. ഞാൻ എന്നോട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞ കാര്യം അതാണ്. അത് തന്നെയാണ് എനിക്ക് കുട്ടികളോടും പറയാനുള്ളത്. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് എനിക്ക് തോന്നുന്നത്. ഈ 2 കോഴ്സുകളും നിങ്ങളിൽ വന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, എവിടെ ചെന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സ്കിൽ സെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നല്ലൊരു ഭാവി അതിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇഫ് ദേ ആർ സ്റ്റഡിങ് ഇറ്റ് ഇൻ ദ പ്രോപ്പർ വേ. ഇനി ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഹെഡ്വിച്ച് അക്കാഡമിയെ കൊണ്ടുപോകാൻ സാർ ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്താ? എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമാണ് എവിടെയും വിജയിക്കുക. ഒരു വൺ മാൻ ഷോ ഒന്നും ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സിൽ എവിടെയും വിജയിക്കില്ല, സക്സസ് ആവില്ല. അപ്പോൾ അത് ഞാൻ വളരെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടീം വളരെ സ്ട്രോങ് ആണ്. മാത്രമല്ല ഞങ്ങൾ സാറ് തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലേ? അല്ല, ഞാൻ ഈ അക്കാദമി തുടങ്ങിയ അന്ന് മുതലുള്ളവർ ഒരുവിധം എല്ലാവരും സാറ് എൻ്റെ കൂടെ തന്നെ. സാർ അത്രയും വലിയൊരു കൾച്ചർ അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെ, ടീം അവർ ഹാപ്പിയാണ്. ഒരു വേറെ ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലും അവർ പോയില്ല. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം സാർ അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ ആ ബിൽഡ് ചെയ്തതോടു കൂടി കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു കെയർ എന്താണ്? കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്താണ് അവിടെ? അതൊരു ഞാൻ ചിന്തിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് റിസൾട്ട് ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ സ്റ്റാഫുകൾ അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ ലെവൽ ഹൈ ലെവലായിരിക്കും. ആ ഒരു ഡെഡിക്കേഷൻ്റെ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിന് കിട്ടും. അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്റ്റുഡൻസും സ്റ്റാഫും മാനേജ്മെൻറ്റും എല്ലാം നല്ല സിങ്കാണ്. അതുതന്നെയാണ് എഡ്വിജിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഫോർമുല. ശരി, സ്റ്റാഫുകൾ ഇപ്പോൾ സാറ് തുടങ്ങിയ കാലഘട്ടം മുതൽ സാറ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കുറിച്ച് സാർക്ക് കൂടെ ഓർത്തെടുക്കാൻ കഴിയുന്ന വല്ല മൊമെൻറ്റ്സ് ഉണ്ടോ? ഒരുപാട് സ്റ്റാഫുകളുണ്ട്, എന്നാലും ചില സന്ദർഭങ്ങളിൽ ഇന്ന വ്യക്തികൾ ചെയ്തൊരു സമീപനം അല്ലെങ്കിൽ അവർ നിങ്ങളോട് എടുത്തൊരു ഡെഡിക്കേഷൻ, അങ്ങനെ ആരെങ്കിലും ഓർത്തെടുക്കാൻ സാർക്ക് കഴിയും? നമ്മൾ പറഞ്ഞല്ലോ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്നാണ് നമ്മൾ അക്കാദമി തുടങ്ങിയെന്നുള്ളത്. ആക്ച്വലി ഒരു 2018 നമുക്ക് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കുറച്ച് സ്ട്രഗിളൊക്കെ വന്നു. നോട്ട് നിരോധനം അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിട്ട്, നോട്ട് നിരോധനം, GST, അതുപോലെ തന്നെ അന്ന് ട്രംപിൻ്റെ ഒരു പോളിസീസ് H1B1 വിസയിലൊക്കെ ഉള്ള ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായി.
അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇപ്പോൾ അഡ്മിൻ മാനേജറായിട്ടുള്ള രമ്യ മിസ്സസ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് അക്കാദമി സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യം തന്ന രമ്യ മിസ്സാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം അതിലെ സെക്കൻഡ് ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആയിട്ടാണ് സജിന മിസ് വരുന്നത്. അവർ വന്നതിന് ശേഷമാണ് കമ്പനി ശരിക്കും ഒരു ബൂമായത്. ഭയങ്കര ഡെഡിക്കേഷനാണ്. എൻ്റെ ഈ രണ്ടുപേരും കമ്പനിയുടെ തന്നെ ഒരു അസറ്റാണ്. ഇപ്പൊ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് തന്നൊരു കോൺഫിഡൻസ് എന്തായിരുന്നു? അതായത് രമ്യ മിസ് തന്നൊരു കോൺഫിഡൻസ് എന്തായിരുന്നു? നമുക്കൊരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സും കണ്ടന്റും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ അതിനെ മാർക്കറ്റ് ചെയ്ത് സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അത് ആള് പറഞ്ഞു കോഴ്സ് റെഡി ആണെങ്കിൽ അഡ്മിഷൻ ഞാൻ തരും. ആ ഒരു കോൺഫിഡൻസ് ആണ് ആക്ച്വലി ഇത് തുടങ്ങാനുള്ള കാര്യം. അത് അവർ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. അതാണ്. ഫസ്റ്റ് ബാച്ചിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 4 പേരാണ്. 4 പേര്. ഇന്നിപ്പോൾ നമ്മുടെ ബാച്ചിൽ എത്ര കുട്ടികളുണ്ട്? നമുക്കൊരു ബാച്ചിൽ കുട്ടികളൊക്കെ കൂടുതലുണ്ടെങ്കിലും നമ്മളൊരു ബാച്ചിൽ ഒരു 20 സ്റ്റുഡൻസിൽ ലിമിറ്റ് ചെയ്യും. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നിങ്ങളപ്പോൾ ബാച്ചുകൾക്കുള്ള ഒരു മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരാണ്? അത് ഓഫീസ് മാനേജ്മെന്റ് ആണെങ്കിൽ 20 ആണ്. 20 മേലെ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ കറക്റ്റായിട്ട് ഓരോ ജോയിൻ ചെയ്യുന്നത് മുതൽ ആ കുട്ടി കോഴ്സ് കഴിഞ്ഞ് 6 മന്ത് ആണ്. ചില സമയങ്ങളിൽ അത് 8 മന്ത് വരെ പോകും. ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടല്ല. കുട്ടികൾ 5 ദിവസം. ശനി ഞായർ ലീവ്. രാവിലെ എത്ര മണിക്കൂറാണ് ക്ലാസ് ഉണ്ടാവുക? ഇതിന് ഈ കോഴ്സിന് 3 മണിക്കൂറാണ്. രാവിലെ 10 to 1 മണി വരെ. 10 to 1 മണി കഴിഞ്ഞാൽ പിന്നെ വേറെയുള്ള കാര്യങ്ങൾക്ക് മാറാം. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ ഇൻഡിവിജ്വൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 20 ലിമിറ്റ് ചെയ്യുന്നത്. 20+ അഡ്മിഷൻ വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ബാച്ച് തുടങ്ങും. ശരി. നമ്മളെ പെരുമ്പിലാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഇനി പറയാം. എന്ത് മോട്ടിവേറ്റ് ചെയ്തു നിങ്ങൾ അങ്ങനെ അവിടെ തുടങ്ങാൻ? ആക്ച്വലി നിങ്ങൾ അവിടെ എന്തായിരുന്നു ഒരു പെയിൻ പോയിന്റ് കണ്ടെത്തിയത്? പെരുമ്പിലാവ് നല്ലൊരു മാർക്കറ്റാണ്. പിന്നെ നമ്മൾ ആക്ച്വലി എനിക്ക് സ്റ്റാഫുകൾ ഓരോ സ്ഥലത്തും നമുക്ക് എല്ലാവരും ഒരുപോലെ ക്വാളിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ എനിക്ക് എടപ്പാളും പെരുമ്പിലാവും തമ്മിൽ നിയർ ബൈ ലൊക്കേഷനാണ്. അപ്പോൾ എനിക്ക് സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് ഒരു ബസ്സിൽ ആയിട്ട് പോയിട്ട് വരാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുക്കുന്ന അതേ ക്വാളിറ്റി, എടപ്പാൾ കൊടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ പ്രൊഡക്റ്റ്. പെരുമ്പിലാവിലും ഈ പറയുന്ന എല്ലാ കോഴ്സുകളും ഉണ്ടോ? അല്ല, എല്ലാ കോഴ്സുകളും ഉണ്ട്. എഡ്വിജ് അക്കാദമി എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സുകളും ഇവിടെയുള്ള അതേ കോഴ്സ്. ഈ പറയുന്ന നൂതന സാങ്കേതിക വിദ്യയുള്ള കോഴ്സുകൾ എല്ലാം. പിന്നെ പെരുമ്പിലാവ് നല്ലൊരു ലൊക്കേഷനാണ്. കുറെ കോളേജുകളുണ്ട്. നമ്മുടെ അഡ്മിഷൻ വിൻഡോ ഏത് കാലത്താണ്, ഏത് സമയത്താണ് അഡ്മിഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുന്നത്? ശരിക്കും മെയ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ വരെയൊക്കെ പോകും. ശരി. അത് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മാത്രം റൊട്ടേഷൻ ബാച്ച്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ ബാച്ച് 20 കുട്ടികളുണ്ടെങ്കിൽ ഏത് സമയത്ത് വേണം. അതെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനോ അത് ഈ +2 കഴിഞ്ഞ് ഡിഗ്രി ആ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഡിഫറെൻ്റ് ആണ് 2 കോഴ്സും. പഠിക്കുന്ന ആൾക്കാരും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കരിയർ ഗ്യാപ്പ് ഉള്ളവരാണ് കൂടുതലും ഓഫീസ് മാനേജ്മെൻറ്റിന് വരുന്നത്. ഫ്രഷേഴ്സും വരും. അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഈ കോഴ്സുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടോ? ഉണ്ട്. ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഡിപ്ലോമ ഇൻ ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് ജോലിയിലേക്ക് ഒരാളിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾക്ക് എഡ്യൂക്കേഷൻ ക്രൈറ്റീരിയ മെയിനായിട്ടില്ല. ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ കോഴ്സുകളിൽ ഏതെങ്കിലും കോഴ്സുകൾക്ക് ഡിഗ്രി ആവശ്യമുണ്ടോ? ഡിഗ്രി ആവശ്യമുണ്ട്. ഇപ്പോൾ ഓഫീസ് മാനേജ്മെന്റ് ആണെങ്കിൽ ശരിക്കും ഒരു പ്രാക്ടിക്കലി മാത്സ്, അതുപോലെ തന്നെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷൊക്കെ വായിക്കാനൊക്കെ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ഓഫീസ് മാനേജ്മെന്റ് ചെയ്യും. +2 ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. ഓക്കെ. ഡിഗ്രി നല്ലതാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ +2 കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ അവരെ ഡിഗ്രി എടുക്കാൻ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്മിൻ ലെവലിൽ നിന്ന് മാനേജ്മെന്റ് ലെവലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി മസ്റ്റാണ്. അപ്പം നമ്മൾ അതിനുള്ള സപ്പോർട്ടും ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്ത നമ്മുടെ HRM കോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ്, അതിന് നമുക്ക് ഡിഗ്രി കമ്പൾസറിയാണ്. അത് കോഴ്സ് ആർക്കും പഠിക്കാമെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് കമ്പനികളിൽ HR ആയിട്ടൊക്കെ പോസ്റ്റ് നോർമലി പ്ലേസ്മെന്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഡിഗ്രിക്കാർക്ക് മാത്രമേ റിസർവ് ചെയ്തിരിക്കാം. ഡിഗ്രി എൻ്റെ പോകും. അക്കൗണ്ടിങ് കോഴ്സ് പിന്നെ +2കാർക്ക് ചെയ്യാം, ഡിഗ്രിക്കാർക്ക് ചെയ്യാം. അത് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിൽ നമുക്ക് എന്തില്ല, ബാച്ചുകളില്ല, ഇൻഡിവിജ്വൽ കെയർ ആണ്. അക്കൗണ്ടിങ് കോഴ്സിന് നമുക്ക് ഇൻഡിവിജ്വൽ കെയർ ആണ്. അതൊരു ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്താലും എല്ലാവരും ഒരുമിച്ച് വരില്ല.
അപ്പോൾ അത് നമ്മൾ ഇൻഡിവിജ്വൽ കെയർ ആണ് അക്കൗണ്ടിങ്ങിന് കൊടുക്കുന്നത്. എനി ടൈം എടുക്കാം. എലിജിബിലിറ്റി ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടുന്ന് വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് വരാം. പറഞ്ഞാൽ ഓൾറെഡി കോഴിക്കോട് നിന്ന് വരെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് ഹോസ്റ്റലിനാണ്. നിങ്ങൾക്ക് വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, ഗൂഗിൾ മൈ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമി അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഉണ്ട്. അതെ. ഗൂഗിൾ മൈ ബിസിനസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അറിയാം. എല്ലാം ഇൻടാക്റ്റ് ആണ്. സാറ് ഓഫീസിലെ സ്റ്റാഫുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ സാർക്ക് പറയാനുണ്ടോ? അഡ്മിഷൻ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സാധാരണ ബാക്കിയുള്ള അക്കാദമിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വരുമ്പോൾ അവിടെ അതെ, ഇവിടെ സ്ട്രിക്റ്റ് കുറവാണെന്ന് പറയും. പക്ഷെ എനിക്ക് റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രിക്റ്റ് ബേസ് ചെയ്തിട്ടല്ല ഞങ്ങളുടെ ഒരു സിസ്റ്റം. ഞങ്ങളൊരു ടീം, ഓൾറെഡി പറഞ്ഞല്ലോ ഞങ്ങളൊരു ടീമാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോ സ്റ്റാഫും അവർ ജോലി പ്രഷർ ചെയ്യാതെ തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ എനിക്ക് കുറേ ടെൻഷൻ ഫ്രീ ആണ്. സ്റ്റാഫുള്ള എല്ലാവരും ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്റ്റാഫുകളും. ഓക്കെ. സാറ് പാർട്ട്ണറാണ് സിബി. അതെ. നിങ്ങളെങ്ങനെ കണ്ടുമുട്ടി? ആക്ച്വലി 22 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അന്ന് സിബി ഒരു സ്ഥാപനത്തിലെ ഡയറക്ടറാണ്. ഞാനന്ന് സ്റ്റുഡൻ്റായിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ എനിക്ക് ഇൻറ്റീരിയറിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ഥാപനങ്ങളെ ഇൻറ്റീരിയറിൻ്റെ വർക്കുകളെല്ലാം ഞങ്ങൾ ചെയ്യും. പിന്നെ അതിലുപരി ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. പിന്നെ ഞങ്ങൾ 1-2 സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഹെഡ്വിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മാനേജ്മെൻ്റ് ആയിട്ടാണ്. ആ ഹെഡ്വിച്ച് മാനേജ്മെൻറ്റിൽ എൻ്റെ കോ-ഫൗണ്ടറാണ് സിബി. പിന്നെ അക്കാദമിയിലേക്ക് വരുന്ന സമയത്ത് ആൾക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് മാറിയതാണ്. ഇപ്പോൾ പെരുമ്പിലാവിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നമ്മുടെ പാർട്ട്ണറായിട്ടാണ്. അതെ, ഡയറക്ടറാണ് പെരുമ്പിലാവ്. ശരി. നിങ്ങളൊരു 3 വർഷത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിന് കാണുന്നൊരു വിഷൻ എന്താ? മാക്സിമം കുട്ടികളെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പഠിപ്പിക്കുക, അവരെ കരിയർ നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇതുവരെ മെട്രിക്സോ നമ്പേഴ്സോ എന്തെങ്കിലും നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ടോ? 1000 കുട്ടികളെ പഠിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ 500 കുട്ടികളെ പഠിപ്പിക്കാമെന്നോ? അതോ നമ്പറുകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ക്വാളിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്? അല്ല, നമ്മളൊരു 1000 above സ്റ്റുഡൻസിന് എന്തായാലും ഈ വരുന്ന എത്ര കുട്ടികളെ ഈ കാലയളവിൽ പഠിപ്പിച്ച് പോയിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് മുതൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു above 1000 സ്റ്റുഡൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. അങ്ങനെ 5000 സ്റ്റുഡൻസിലേക്ക് നമുക്ക് ഇനി ടാർഗറ്റ് ചെയ്യാം. പഠിപ്പിക്കുക എന്നല്ല, ഒരു പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. അതെ. വാവ്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ ഈ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞതൊരു വിവാദപരമായ വാക്കായിട്ടാണ് ഇപ്പോൾ തോന്നാറുള്ളത്. കുറേ സ്ഥാപനങ്ങളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു പ്ലേസ്മെന്റ് സപ്പോർട്ട് അസിസ്റ്റൻസ് പ്രോഗ്രാം എങ്ങനെയാണ്? അത് ഈ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് മാർക്കറ്റിൽ ശ്രദ്ധിക്കാവുന്ന ഒരു വാക്കാണ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഗ്യാരണ്ടി, 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ഗ്യാരണ്ടി എന്ന പല വാക്കുകളുണ്ട്. ഞങ്ങൾ ഡിപ്ലോമ ഇൻ ഓഫീസ് മാനേജ്മെന്റ് കോഴ്സിൽ ഞങ്ങൾ 100% ഗ്യാരണ്ടിയാണ് പറയുന്നത്. ഈ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ പ്ലേസ് ആക്കും. അത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കോഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആയിരിക്കും ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓൾറെഡി മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. ഞങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഇന്ത്യയിലുടനീളം നമുക്ക് ക്ലയൻസ് ഉണ്ട്. ബാംഗ്ലൂരും ചെന്നൈയിലും ഹൈദരാബാദ്, കൊച്ചി, കാലിക്കറ്റ് എല്ലാം ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ലോക്കൽ ക്ലയൻസ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ എടപ്പാൾ ബേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് കാൻഡിഡേറ്റിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. അത്രത്തോളം റിക്വയർമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പുറമെന്ന് ഞങ്ങളുടേതായ സ്റ്റുഡൻ്റ് ഇല്ലാത്ത പുറമെ മാർക്കറ്റിൽ നിന്ന് വരെ സോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു ചലഞ്ചേ അല്ല ഈ കോഴ്സിന്. അതെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത് ഇന്റേൺഷിപ്പാണ്. അത് ഈ കോഴ്സിൽ ഇൻബിൽഡ് ആണ്. അപ്പോൾ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു 3 മാസം കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. ഈ ഒരു സമയത്ത് അവർക്ക് 50% സ്റ്റുഡൻസ് അവിടെ തന്നെ പ്ലേസ്ഡ് ആവും. ബാക്കി വരുന്നവർക്ക് ശരിക്കും ഈ ഹോസ്പിറ്റൽ മേഖലയിൽ ഒരുപാട് ആൾക്കാരുടെ 3 മാസം കൊണ്ട് കോണ്ടാക്ട്സ് വരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ജോബ് കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടായി വരില്ല. ആരെങ്കിലും ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ഒരു സാലറി വലിയൊരു ചലഞ്ചാണ്. നമ്മുടെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ എടപ്പാൾ അങ്ങനത്തെ ഈ മേഖലയിലൊക്കെ സാലറി ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു
10-12 ആ റേഞ്ചൊക്കെയാണ്. ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പുറത്ത് പോയ കുട്ടികൾ 1 lakh സാലറി വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ലൊക്കേഷൻ. പക്ഷെ നമുക്കിവിടെ കൂടുതൽ ആൾക്കാർക്കും പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയതുകൊണ്ട് ഈ ഒരു റേഞ്ചിലുള്ള സാലറിയിൽ അവർ സെറ്റ് ആവുകയാണ്. സാറ് JCI മെമ്പറാണ്. അതെങ്ങനെ ഹെഡ്വിജിനെ സഹായിച്ചിട്ടുണ്ട്? അത് നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ JCIയുടെ മോട്ടോസ്, അതായത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻ്റ് ആയാലും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മൾ എൻഗേജ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു വിഷൻ JCIക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 100% ഹെഡ്വിജിൽ ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് JCIയുടെ ത്രൂ കുറേ ട്രെയിനിങ്സ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടാറുണ്ട്. അതെല്ലാം സ്റ്റുഡൻസൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. പ്രാൺ സാറായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ പ്രാൺ സാറിൻ്റെ ഒരു കോഫൗണ്ടറാണെന്ന് അറിയാൻ കഴിഞ്ഞു. സിബി സാറ് കരിയർ എങ്ങനെ തുടങ്ങിയത്? എൻ്റെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ഒരു ടൈമിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് എല്ലാ സ്റ്റുഡൻസിനും ഫേസ് എല്ലാവർക്കും ഉള്ളൊരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് കോഴ്സ് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്പ് ആവാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സിലേക്കും വേണ്ട ഒരു ടോപ്പിക്കാണ് ഇത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലായിടത്തേക്കും അതിന് സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ സജഷൻ ചെയ്ത് അങ്ങനെയാണ് എന്ത് ചെയ്തത്, തൃശ്ശൂരാണ് ഞാൻ എന്ത് ചെയ്തത് ഈ അക്കൗണ്ടിങ്ങിൻ്റെ കോഴ്സ് ഞാൻ ചെയ്തത്. അങ്ങനെ കോഴ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പരമായിട്ടുള്ളൊരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്തത്, ബിസിനസ് ആയാലും ഇങ്ങനെയുണ്ട്, എന്തുകൊണ്ട് എനിക്കൊരു ബിസിനസ്സിലേക്ക് കയറിക്കൂടാ എന്നതാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്, ബിസിനസ്സിലേക്ക് എൻറോൾ ആയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് എൻറോൾ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി ആയാലും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആ ഫാമിലി ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പെട്രോൾ പമ്പ്, ഹോട്ടൽ, അങ്ങനത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ എൻഗേജ് ആണ്. അപ്പോൾ ആ രീതിയിലേക്ക് ബ്ലഡിലുണ്ട്. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി ബിസിനസ് ആയതുകൊണ്ട് കുറച്ച് സപ്പോർട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യലായിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, കരിയർ സ്റ്റാർട്ട് ചെയ്തത്. 25 വർഷത്തെ ഒരു വലിയ എക്സ്പീരിയൻസ് സാറ് കയ്യിലുണ്ട് അല്ലേ? 25 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 പതിറ്റാണ്ട് അല്ലേ? ഈ 2.5 പതിറ്റാണ്ട് കൊണ്ട് ഫിനാൻസിന്റെ മേഖല കേരളത്തിലും പുറത്തും വന്ന മാറ്റങ്ങളെ കുറിച്ച് സാർക്കൊന്ന് പറയാൻ പറ്റും? ഈ 2.5 പതിറ്റാണ്ട് കൊണ്ട് ഫിനാൻസിന്റെ മേഖലയിൽ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും ഈ അക്കൗണ്ടിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ബിസിനസ് സ്ഥാപനങ്ങൾ കൊടുത്തിരുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡാറ്റയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിങ്ങിനായാലും അതുപോലെ എക്സ്പെൻസിനെ കൺട്രോൾ ചെയ്യാനായാലും എനിത്തിങ് എന്ത് വേണം, നമുക്ക് ഡാറ്റാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് എല്ലാ ബിസിനസ് ഓണേഴ്സും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലയൻറ്റിനായിട്ട് സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഒരു ക്രഷറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലടിക്കുന്ന ഫ്യൂവലിന് കിട്ടുന്ന മൈലേജ് വരെ അവർക്ക് ആ ഡാറ്റയിലേക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് കയറി അനലൈസ് ചെയ്തിട്ട് വേണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നും ഏകദേശം ഒരു 1 month കൊണ്ട് ഒരു 2 lakhs 2.5 lakhs ഒക്കെ അഡീഷണൽ ബെനിഫിറ്റാണ് ആ ഡാറ്റേനെ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കയറി വന്നു, ഈ ഒരു അക്കൗണ്ടിങ്ങിന് ഫിനാൻസ് മേഖലയിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ 25 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇൻസൈറ്റ് എന്താ വെച്ചാൽ ഇന്ന് എല്ലാ മേഖലകളിലും ഫിനാൻസിന്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കി ഫിനാൻസിന്റെ ഡാറ്റകൾ എടുക്കാൻ തുടങ്ങി. അപ്പൊ ഹെഡ്വിജ് അക്കാഡമി എന്ന് പറയുന്ന ഈ അക്കാഡമിയിൽ ഇപ്പോൾ സാർ എടപ്പാടും പെരുമ്പിലാവിലും 2 സ്ഥലത്ത് നമുക്ക് ബ്രാഞ്ച് ഉണ്ട്. ഈ 2 അക്കാഡമികളിലും സത്യത്തിൽ ഫിനാൻസിന്റെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ ഈ കോഴ്സുകൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രത്യേകത ഒരു പുതിയ കുട്ടിക്ക് സാറ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാ അത് പറയുക? അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ വ്യൂവിനേക്കാളും എനിക്ക് പറയാനുള്ളത് ഒരു ബിസിനസ്സുകാരൻ്റെ വ്യൂ ആണ്.
കാരണം എന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിസിനസ്സിൽ 100% ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബിസിനസ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, കാലത്ത് വരുന്നു, വൈകിട്ട് പോകുന്നു എന്ന സിസ്റ്റമായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആളുടെ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്യുന്നു, പല ബിസിനസ്സിലേക്കും ഇൻവോൾവ്മെൻറ്റ് വരും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സുകാരൻ്റെ പൊസിഷനിലിരുന്നു കൊണ്ട് ഒരു അക്കൗണ്ടൻ്റാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, എവിടെയും ഏത് ബിസിനസ്സിലും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരന് വേണ്ട എല്ലാ റിപ്പോർട്ടുകളും അതേമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ഫിനാൻഷ്യൽ അനലൈസേഷന് വേണ്ട റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് മുന്നത്തെ ഒരു അക്കൗണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു നെടുന്തൂണാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ. ആ മെത്തേഡാണോ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോഴ്സുകളിലെല്ലാം വെച്ചിട്ടുള്ളത്? അത് ആ മെത്തേഡിലൂടെ ഇപ്പോൾ പോയാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു കരിയറിലേക്ക് ഒരു സ്റ്റുഡൻറ്റിന് കയറി വരാനായിട്ട് സാധിക്കും. എന്തെല്ലാം തരം കോഴ്സുകളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ മാൻ അക്കൗണ്ടിങ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് വരുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഡ് ആയിട്ടുള്ള SAP എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ വരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ്ങിൽ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, AI ഇൻ്റഗ്രേറ്റഡ് ആണ്. AI ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ 2026 ഒരു കുട്ടിക്ക് ഫിനാൻസിൻ്റെ ഒരു കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സാറ് കൊടുക്കുന്നൊരു മെസ്സേജ് എന്തായിരിക്കും? മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസിൻ്റെ കോഴ്സ് ജോയിൻ ചെയ്യണേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അവർ ഫോക്കസ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പണ്ടത്തെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും AI ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യണം, അവർ എൻറോൾ ചെയ്യണം. അത് ഹെഡ്വിജിലുണ്ട്. പെരുമ്പിലാവിലെ ഹെഡ്വിജ് അക്കാഡമിയെ കുറിച്ച് ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ സാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജും പാരൻസ് എന്തുകൊണ്ട് ഈ പറയുന്ന കോഴ്സുകൾക്ക് കുട്ടികളെ പെരുമ്പിലാവിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്ന് സാറോട് ചോദിച്ചാൽ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും? പെരുമ്പിലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് പെരുമ്പിലാവ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈവേനോട് ബന്ധപ്പെട്ടതാണ്, ഒരുപാട് ഡെവലപ്മെന്റ്. നമ്മുടെ ഓഫീസ് എവിടെ ഉള്ളത് പെരുമ്പിലാവിൽ? നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പിലാവിൽ ഒരു ഫാൽക്കൺ മാൾ വരുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, മെയിൻ ഏരിയ ഫാൽക്കൺ മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് അൻസാർ കോളേജിന്റെ അടുത്ത് MSc കോളേജ്, അങ്ങനെ ഒരുപാട് കോളേജുകളും സ്കൂളുകളും അടങ്ങിയിരിക്കുന്ന ഒരു ജംഗ്ഷൻ. അറൗണ്ട് ഒരു 5000 നമ്പർ ഓഫ് സ്റ്റുഡൻസ് പെർ ഡേ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് പെരുമ്പിലാവ്. അവിടെ കറക്റ്റ് പൊസിഷനിലാണ് നമ്മുടെ അക്കാദമി. എന്തെല്ലാം കോഴ്സുകൾ, എടപ്പാളിലെ എല്ലാ കോഴ്സുകളും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏത് വർഷം? കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ഇന്നത്തെ ഒരു ജനറേഷന് ഇനി എന്തൊക്കെയാണ് നമുക്ക് അതിലേക്ക് വേണ്ട സപ്പോർട്ടിങ് കോഴ്സുകൾ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട്. ഓക്കെ.